ഇത് പ്രത്യേകിച്ച് സ്റ്റോറി ഒന്നുമില്ല, തുടക്കം മുതൽ അവർ എഡിറ്റ് ചെയ്തിരിക്കുന്ന തന്നെയാണ്. ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് സിനിമയുടെ സ്റ്റോറിയിലോട്ട് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് അതിനകത്ത് പിടിച്ചിരിക്കുന്നത്. അതും നമ്മുടെ VCRന്റെ ഒക്കെ കാലഘട്ടം. അപ്പോൾ ആ ഒരു VCRൽ വരുന്ന ഒരു സംഭവത്തിൻ്റെയൊക്കെ ഒരു എഡിറ്റൊക്കെ അവർ ഇതിനകത്ത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിൽ ആ ഒരു നൊസ്റ്റാൾജി നന്നായിട്ട് ഉണർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോറിയൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷേ എങ്കിലും അവിടെ കൊച്ചു കൊച്ചു ഇമോഷൻസും അവരുടെയൊക്കെ ഒരു പ്രണയം ഇതൊക്കെ കുറച്ചൊന്ന് കണക്റ്റ് ആക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഈ ഓരോരോ ക്യാരക്ടേഴ്സിനും അവർക്ക് തുല്യമായിട്ടുള്ള ഒരു വാല്യൂ കൊടുത്തുകൊണ്ടാണ് ഈ സിനിമ കൊണ്ടുപോയിരിക്കുന്നത്. അതും ഇങ്ങനെയുള്ള ഒരു സിനിമയ്ക്കകത്ത് അത്തരത്തിൽ സ്ക്രിപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. അതും വളരെ ബ്യൂട്ടിഫുള്ളി ഇതിൻ്റെ ഡയറക്ടർ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. 1-2 സീനിയർ ആക്ടേഴ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും പുതുമുഖങ്ങളാണ്. അപ്പോൾ ആ പുതുമുഖങ്ങളാണെന്നുള്ള ഒരു ലാഗോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ടൈമിംഗ് ഇഷ്യൂ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രൊഫഷണൽ ആക്ടേഴ്സ് എങ്ങനെ ഈ ക്യാരക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യും, ആ കാര്യത്തിൽ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ ആക്ടേഴ്സും ദേ നീഡ് ആൻ അപ്രിസിയേഷൻ. സോ സല്യൂട്ട് യു ബ്രോസ്, ഓസം. പ്രത്യേകിച്ച് അനുദാത് VP, സുജിത്, പ്രപഞ്ചൻ, മോസസ് എടുത്തു പറയേണ്ടതുണ്ട്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഒരു റോള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഡീറ്റെയിൽസൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഞാൻ IMDbയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്.